ഇടുക്കി മറയൂരിൽ വനവാസി വിഭാഗക്കാർ പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചിരുന്ന പരമ്പരാഗത പാത സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയതായി പരാതി. തന്റെ ഭൂമിയിലൂടെയാണ് റോഡ് പോകുന്നതെന്ന് കാട്ടിയായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ നടപടി. ജനം എക്സ്ക്ലൂസീവ്. ഇടുക്കി ജില്ലയിലെ മറയൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള കരിമ്പട്ടിക്കുടി എന്ന വനവാസി മേഖല. പതിറ്റാണ്ടുകളായി ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു പാതയുണ്ട്. എന്റെ പിന്നിൽ കാണുന്നതാണ് അത്. കല്ല് പതിച്ച ആ പാത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി. തന്റെ കൃഷിഭൂമിയിലൂടെയാണ് ഈ പാത പോകുന്നത് എന്നായിരുന്നു ആ സ്വകാര്യ വ്യക്തിയുടെ ആരോപണം. താഴെ റോഡിൽ നിന്നും ഏകദേശം 54 സ്റ്റെപ്പുകളോളം കയറിയാണ് ഇപ്പോൾ നിലവിൽ മുകളിൽ എത്തിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പുകൾ കയറിയാണ് കുടി നിവാസികൾ അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെയായി കയറി വരുന്നത്. ഇതിനിടയിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് വീണ നിരവധി ആളുകൾക്ക് പരിക്കേറ്റ സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാറേ, ഇത് ഞങ്ങള് പണ്ട് മുതലേ ആദിവാസികൾ നടന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അപ്പൊ 1999, 2000 കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പണിത ഒരു റോഡാണ് ഇത്. അതായത് അവർ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല സഞ്ചാര യോഗ്യമായ റോഡും വഴിയും ഞങ്ങൾക്ക് വേണം സാർ കുടിയിലേക്ക്. അതായത് ഒരുപാട് മറയൂരിന്ന് ടൗണിൽ നിന്ന് മുളകുമുട്ടി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ദൂരെയാണ്. അവിടെ വരെ റോഡും വണ്ടിയും എല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അപ്പൊ ഇത് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. രോഗികളും പിന്നെ അതുപോലെ കൊച്ചു പിള്ളേരുകളും ഒക്കെ പോകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല സഞ്ചാര യോഗ്യമായ റോഡും വഴിയും ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷിച്ചുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാതയിലൂടെ മുമ്പ് വാഹനങ്ങളടക്കം കുടിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നതാണ്. ഈ പാതയാണ് സ്വകാര്യ വ്യക്തി തന്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മണ്ണിട്ട് മൂടിയത്. ഇതിനുശേഷമാണ് നമ്മൾ മുമ്പ് കണ്ട ആ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ ഒരു വസ്തുവിന്റെ അതിർത്തിയിലൂടെയാണ് ആ പാത നിർമ്മിച്ചിട്ടുള്ളത്. സർക്കാർ രേഖകൾ പ്രകാരം നിലവിൽ സ്വകാര്യ വ്യക്തി തന്റേതെന്ന് അവകാശപ്പെടുന്ന ആ ഭൂമി അത് സർക്കാർ മിച്ചഭൂമി, റവന്യൂ മിച്ചഭൂമി എന്ന ഗണത്തിലാണ് പെട്ടിട്ടുള്ളത് എന്നാണ് വില്ലേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോ എല്ലാവരും തലച്ചമുടായിട്ട് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നവര് തലച്ചമുടായിട്ട് ആണ് കുടിയിലോട്ട് കയറി വരുന്നത്. എല്ലാവർക്കും ഈ പടിയിൽ നിന്ന് നിരവധി ആൾക്കാര് മരണം സംഭവിക്കാനുള്ള സാധ്യതയും കൂടി ആയിരുന്നു. പിന്നെ അവര് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്ത് അങ്ങനെ രക്ഷിച്ചായിരുന്നു. പിന്നെ ഈ പടി കയറി വരുമ്പോ വയസ്സും കാലത്ത് ഉള്ളവരൊക്കെ മുതിർന്ന ആൾക്കാരൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോ ഈ സ്റ്റെപ്പ് കയറുമ്പോ തന്നെ അവര് കുളഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായിപ്പോയി. മറയൂർ പഞ്ചായത്തിലെ കരിമ്പട്ടിക്കുടിയിൽ കാലങ്ങളായി ജീവിച്ചു വരുന്ന ഈ ഭാഗക്കാരാണ് ഞങ്ങൾ പാരമ്പര്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി 2000-ൽ, അതായത് 1999, 2000 ഇടയ്ക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കല്ല് പതിച്ച് നൽകിയതാണ്. ഇതിൽ 3/2 ഭാഗം ശരിക്കും സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് ഈ 2020-ൽ ഞങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഈ വഴി മാറ്റി ജോൺസന്റെ പട്ടയ ഭൂമിയായ 53-ലേക്ക് മാറ്റുകയും ഒരു വലിയ കുന്നാണ് ശരിക്കും. ഇതിന് 54 സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഈ കുന്നിൻ്റെ മുകളിലൂടെ നമുക്ക് കയറി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുടിയിൽ ഇപ്പം നിലവിൽ കിടപ്പ് രോഗിയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഒട്ടും വയ്യാത്ത ആൾക്കാർ വരെയുണ്ട്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് കയറി ഇറങ്ങാനൊക്കെ ആയിട്ട്. മാത്രമല്ല ഇപ്പം മഴക്കാലമായതുകൊണ്ട് കാലൊന്ന് സ്ലിപ്പായാൽ തന്നെ ഏത് അപകടം വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടിനിവാസികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന പാത മണ്ണിട്ട് നികത്തിയ സ്വകാര്യ വ്യക്തി അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ രേഖകളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ കയ്യേറ്റക്കാരനെ ഒഴിപ്പിച്ച് ഇവർക്ക് ആ പാത തുറന്നു നൽകാതെ മറ്റു മാർഗങ്ങൾ തേടുകയാണ് ഭരണകൂടം.
സുബിൻ തോമസ്, ജനം, ഇടുക്കി.